എല്ലാവരും സോളോ ട്രിപ്പ് പോകുന്നത് കണ്ടപ്പോഴേ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത്രയും പോകാനുള്ളൊരു ധൈര്യം എനിക്കുമില്ല, എന്നെ വിടാനുള്ള ഒരു ധൈര്യം എൻ്റെ പേരൻസിനും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഒറ്റയ്ക്ക് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നേരെ പെരിന്തൽമണ്ണയ്ക്ക് വിട്ടു കേട്ടോ. നല്ല തിരക്കുള്ള ബസ്സായിരുന്നു. ഡ്രൈവറിൻ്റെ ഇപ്പുറത്തെ പെട്ടിയിലിരുന്നിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ അവിടെ പെരിന്തൽമണ്ണ ടൗണിലെത്തിയിട്ട് ഓട്ടോ എടുത്തിട്ട് നമ്മളൊരു ബുക്ക് സ്റ്റാളിലേക്കാണ് ആദ്യം പോകുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, അന്ന് നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബുക്ക് സ്റ്റാളിൽ പോയിട്ട് നമുക്ക് ഒരു ബുക്ക് വാങ്ങാനുണ്ടായിരുന്നു. പക്ഷേ ഓൾമോസ്റ്റ് ഞാനൊരു ഒരു 3-4 ബുക്ക് സ്റ്റാളിൽ കയറിയിട്ടുണ്ടാവും. പക്ഷെ അവിടെ ഒന്നും ഞാൻ അന്വേഷിച്ച ബുക്ക് എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി നേരെ സുഡിയോ, മാത്സ് എല്ലാം കവർ ചെയ്തു കേട്ടോ. മാർക്കറ്റ് സിറ്റിയിൽ പോയിട്ട് ഒരു ചെരുപ്പ് വാങ്ങാമെന്നുള്ള ഉദ്ദേശമായിരുന്നു. പക്ഷേ അവിടെയുള്ള ചെരുപ്പുകളൊക്കെ നോക്കിയെന്നുണ്ടെങ്കിലും എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, ഒന്നും വാങ്ങിച്ചതുമില്ല. അങ്ങനെ നമ്മൾ നേരെ കുറച്ച് നേരം അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വായൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് വിട്ടു കേട്ടോ. ഫുഡ് കോർട്ടിലേക്ക് വിട്ടിട്ട് ഇഷ്ടമുള്ള ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും അവിടുത്തെ ബോബ ടീ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ആദ്യം ഓർഡർ ചെയ്തത് കേട്ടോ. ബോബ ടീ എത്തി. ഞാൻ ഹേസൽനട്ടിൻ്റെ ഫ്ലേവറാണ് ഓർഡർ ചെയ്തത്. ഇതിനു മുമ്പ് ഞാൻ വേറൊരു ഫ്ലേവർ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് 2ാമത്തെ തവണ കഴിക്കണേ. അന്ന് എനിക്കത് നല്ല ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ ഇതാ ഫ്ലേവറൊന്നും ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ. കുറേ മുമ്പാണ് കഴിച്ചത്. അപ്പോൾ ഇതും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പേഴ്സണലി എനിക്ക് ഹേസൽനട്ടിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി സംഭവമായിരുന്നു. കൊടുത്ത എമൗണ്ടിന് വേർത്തായിട്ട് തോന്നി കേട്ടോ. അതിനുശേഷം ഞാനൊരു ലോഡഡ് ഫ്രൈസാണ് ഓർഡർ ചെയ്തത്. ലോഡഡ് ഫ്രൈസ് നമ്മളെല്ലാവരും കൂടി കഴിക്കുമ്പോൾ നമുക്ക് തികയാത്ത പോലെ തോന്നും. പക്ഷേ ഈ ഒരു ലോഡഡ് ഫ്രൈസ് വാങ്ങിയിട്ട് സത്യം പറയാലോ പകുതിയുടെ പകുതി പോലും എന്നെക്കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഞാൻ അതും പിടിച്ച് കുറേ നേരം അവിടെ ഇരുന്നു എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട്. പിന്നെ സംഭവം കഴിച്ചതിൻ്റെ ബാക്കി അതേപോലെ തന്നെ പാക്ക് ചെയ്ത് ബാഗിലോട്ടിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിക്കുകയാണ് ചെയ്തത് കേട്ടോ. വീട്ടിലെത്തിയതിന് ശേഷം എനിക്ക് ഭയങ്കര ബോഡി പെയിൻ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഈ സോളോ ട്രിപ്പ് പോകുന്നതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല എന്നുള്ളത്.